ആർക്കാണ് ഇതിന് ധൈര്യം വരിക? സഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, ഊരമ തിരികെ പോകാൻ പറ്റണവും, ടിഫിൻ ക്യാരിയറിൽ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഒരു തർക്കം നിങ്ങൾ വരുന്നുണ്ട? ജനലും വാതിലും കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകാൻ ആരാണ് ഈ മുരാരി ബാബുവിനും ഈ പത്മകുമാറിനും ധൈര്യം കൊടുത്തത് എന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. ഈ പത്മകുമാറിനെയൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഇവർക്കാർക്കും ഇതിന് സ്വയം ധൈര്യം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ പിന്നിൽ ഒരു അതിശക്തനായ പിന്തുണ ഈ വിഷയത്തിനുണ്ട്. അതിലേക്ക് SIT എത്തണം. അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് SITക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകൂല. അത് അന്വേഷിക്കുന്ന SITയുടെ ക്യാപ്റ്റൻ ആരാ? ശശിധരൻ IPS അല്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഈ സുജിത് ദാസ് ഇവിടെ പോയി മലപ്പുറത്ത് ഞാൻ ഈ വിഷയങ്ങൾ ആരംഭിക്കുമ്പോ മലപ്പുറം SP ആണ് ഈ പറയുന്ന ശശിധരൻ. ആ ശശിധരൻ അന്വേഷിച്ചിട്ട് കേസ് കണ്ടെത്തുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി പോകുന്നത് അന്നത്തെ SP ആയ സുജിത് ദാസും ADGP അജിത് കുമാറിന്റെ സംഘാണ്. 3.25 കൊല്ലം കഴിഞ്ഞ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കി സുജിത് ദാസിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ആ കസേരയിൽ വന്നിരുന്ന ആളെ പേരാണ് ഈ ശശിധരൻ. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് രക്തത്തിൽ അലിഞ്ഞ ചില സ്വഭാവം ഉണ്ടാവുള്ളൂ. ആ ചില സ്വഭാവത്തിൽ ചിലർക്കൊരു ഒരു കളവിന്റെ ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഞാൻ ഗൾഫ് പോയി വലിയ മലയാളിയായി വല്ല കച്ചവടക്കാരനൊക്കെ ആയി വന്നാലും ഏതെങ്കിലും ഒരു ഓഫീസിൽ എവിടെയും പോയ നല്ല ചൊറുക്കില്ലൊരു പെണ്ണുണ്ടാൽ അടുത്ത് കീസി കുത്തി പോകും. അല്ലാതെ ടെൻഡൻസിയാണ്. ചിലപ്പോൾ ആ വ്യക്തി തന്നെ അറിയുന്നുണ്ടാവില്ല. അതിൽപ്പെട്ട കാട്ടുകള്ളനാണ് ഈ അന്നത്തെ SP ആയിരുന്ന ഈ സുജിത് ദാസ്. ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി കോടാനകോടികൾ ഉണ്ടാക്കി തട്ടാൻ വരെ കോടീശ്വരനായി. നിങ്ങളുടെ നാട്ടിലാണല്ലോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ രാത്രി കടന്നു നോക്കുമ്പം ക്യാമ്പ് ഓഫീസിൽ SPന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ നല്ലൊരു വീട്ടിൽ നിൽക്കുക. ആലോചിക്കണങ്ങൾ. അപ്പൊ അത് കിട്ടണം മൂപ്പർക്ക്. അതിനെന്താക്കി? ബാക്കിയുള്ള മരത്തിന്റെ ലേലം വെച്ചു. ആദ്യം മുറിച്ചത് വീട്ടിയാ, അത് ലേലത്തിലില്ലേ. അത് ഇവിടുന്ന് കടത്തി നാട്ടിക്ക് കോട്ടക്കൽ കൊണ്ടുപോയി ഇതിനൊക്കെ തെളിവ് കൊടുത്താ ഫർണിച്ചർ ഉണ്ടാക്കി കയറ്റിപ്പോയി ഇവിടുന്ന്. ആ വിവരം അറിയണം. പോലീസിലെ തന്നെ ഒരു SI ശ്രീജിത്ത് അയാളത് പരാതി കൊടുത്തു, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. 1 മാസമായിട്ട് ഒരു വിവരമില്ല. അങ്ങനെ എന്നെ തെരഞ്ഞു വരികയാണ്, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ SP ശശിധരൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അങ്ങനെ പരാതിന്റെ കോപ്പി കൊടുത്ത കോപ്പി ആ SIയിൽ നിന്ന് വാങ്ങി ആ കോപ്പി വെച്ച് ഞാനൊരു പരാതി IPS കൊടുക്കുകയാണ് ശശിധരന്. ഈ പരാതിയുടെ മുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു വിവരമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കൂല. അപ്പൊ ഈ വീട്ടിൽ മുറിച്ചുകളോ എന്നൊന്ന് അറിയണല്ലോ. അങ്ങനെയാണ് ഞാൻ പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് SPന്റെ വീട്ടിലേക്ക് ആ മരക്കുറ്റി തെരഞ്ഞു പോയത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എന്നെ തടുത്തതും ബാക്കിയുള്ളതൊക്കെ. ആ ചങ്ങാതിയാണ് ഇത് അന്വേഷിക്കുന്നത്. മനസ്സിലായി നിങ്ങള്? ഈ ശശിധരൻ. അപ്പൊ എങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്കറിയാതെ കേട്ടാ പോകുന്നത്. എന്റെ അനുഭവമല്ലേ. അപ്പം ഏറ്റവും വലിയ അത്യുന്നതനായ ഞാൻ അന്ന് സ്ഥിരമായി പറയുന്ന ഒരു പേരുണ്ട്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി P ശശി. 8 കേസിന്റെ പേരിൽ ഇപ്പം ഉണ്ട് കേട്ടോ. ഇത് നാളെ 9ാമത്തെ കേസാണ് വരാൻ പോകുന്നത്. മാനനഷ്ട കേസ്. അത്തരത്തിലുള്ള ആളുകളുടെ പിൻബലമില്ലാതെ ഈ മുരാരി ബാബുവും ഈ പറയുന്ന പത്മകുമാറും ഈ പോറ്റിയൊക്കെ പാടെ ജനലും വാതിലും കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിന് ഈ ഗവൺമെന്റ് ഇവിടെ മാറണം. അതിവിടുത്തെ ഹൈന്ദവ സമുദായം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞാക്രമിക്കുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെവിടെ പോയി കുത്തുമെന്നറിയാം.
അത് തന്നെ പ്രശ്നം. അപ്പൊ ഈ കൊള്ള സംഘത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഇനി ജനറെഡിയാ, നമ്മളതിന് തയ്യാറായാൽ മതി. ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പ് അതിന്റെ സൂചന മാത്രമാണ്. പിണറായി സത്തിനെതിരെയുള്ള വളരെ ചെറിയ വോട്ട് മാത്രമാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ വന്നത്. അത് തീർത്തും പ്രാദേശികമായതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പിണറായി സത്തിനെതിരെ പരിപൂർണമായ വോട്ട് അത് ഈ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. അതൊരു സുനാമിയായിരിക്കും. ഒരു തർക്കങ്ങൾ കരുതണ്ട. ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും ദയവായി തർക്കിക്കാൻ ആരും നോക്കരുത്. ഒരൊക്കെ മനസ്സിപ്പുറത്താണ്. ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ട് അങ്ങോട്ടാക്കി ദയവായി കൊടുക്കരുത്. നിങ്ങൾ ഓരോ പോളിംഗ് ബൂത്തിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഏറ്റവും മുന്നിൽ വരി നിൽക്കുന്നവൻ ആരാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. മൂന്നാം പിണറായിനെ കൊണ്ടുവരാനല്ല, ഈ വണ്ടിമ്പല ഈ നാട്ടിൽ നിന്ന് ഇറക്കി വെക്കാൻ. മനസ്സിലായില്ലേ? അവര് പ്രതികരിക്കും. അവര് ചെറുതായിട്ടൊന്ന് ശ്വാസം വിട്ടതാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്കുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ പിണറായിസവും മരുമോനിസവും ഈ മണ്ണിൽ നിന്ന് പറിച്ചവസാനിപ്പിച്ച് മതേതര കേരളത്തിന്റെ മതേതരത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. വർഗീയ കലാപം എന്നൊക്കെ പറയാൻ കേൾക്കാൻ വലിയതാണ്. ഒന്നുണ്ടായി നോക്കണം, അപ്പോഴേ വിവരം അറിയുള്ളൂ. മനുഷ്യന്റെ സമാധാനം കെടുകയാണ്. ഒന്നും വേണ്ട, നിങ്ങൾ അവനാന്റെ വീട്ടിലെ കാര്യം ആലോചിച്ചു. വീട്ടിൽ മക്കളായിട്ടോ ഭാര്യയായിട്ടോ രക്ഷിതാക്കളായിട്ടോ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഒരു വിഷമം വന്നൊരു മനസമാധാനക്കേട് ഉണ്ടായാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് ഇത് ബാധിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ഈ നാടാകെ മനസമാധാനക്കേടായാൽ ആ മനുഷ്യരുടെ മാനസികാവസ്ഥ എല്ലാ വിഭാഗത്തിലും എന്തായിരിക്കും? ആ വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ പിണറായും മരുമകനും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് ഈ മതേതരത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കണം. അതിന്റെ ഏറ്റവും തെളിവാണ് ഈ വരി വരിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികൾ. അവർക്കൊക്കെ അവരുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ, ജനങ്ങളോടുള്ള ബാധ്യത, ജയിക്കാൻ നല്ല സുഖമാണ്. ഇനിയിപ്പോലും വിവരം അറിയാൻ പോവാണ്. നല്ല പണിയുണ്ടാവും, നല്ല മെനക്കെടുണ്ടാവും. നന്നായിട്ട് ജനങ്ങളെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും. എന്ത് പ്രതീക്ഷയിലാണോ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ, അവർക്ക് നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനും സർവശക്തൻ ഇവരെയൊക്കെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.